ബ്രാഹ്മണ ഭൂമിക്ക് ശുഭ്രനിറവും നെയ്യിന്റെ ഗന്ധവും ഉണ്ടാകും. ക്ഷത്രിയ ഭൂമി ചുവന്നതും ചോരയുടെ ഗന്ധമുള്ളതും. വൈശ്യഭൂമിക്ക് ക്ഷാരഗന്ധമുണ്ടാകും. കറുത്തതും ശ്മശാനത്തിന്റെ ഗന്ധം വമിക്കുന്നതുമായ ഭൂമി ശൂദ്രഭൂമി, പ്രേതഭൂമി. എന്റെ പഴനി മുരുക, കൊള്ളാം. ഉളിയന്നൂർ തച്ചൻ മണ്ണും മരവും കൊണ്ടെഴുതിയ കവിത. ഭൂമിയിൽ ഒരു തച്ചന് 8 തരം ഗ്രഹങ്ങൾ പണിയാം. അതെ, എന്തോ ലക്ഷണം കണ്ടിട്ട് നെല്ലൂർമന ഏതിനത്തിൽപ്പെടും? ഹിരണ്യനാഥം, സിദ്ധാർത്ഥം, സുക്ഷേത്രം ഏത്? തെക്കിനി, പടിഞ്ഞാറ്റ, വടക്കിനി, കിഴക്കിനി. 4 ചേർന്ന് നിൽക്കുന്നത് യമശൂർപ്പമല്ല, തീർച്ച. യമദൈവതം മരണം മാത്രം പ്രദാനം ചെയ്യും. അമ്പട തച്ച, ശരവണ, പഴനിയിൽ ആറാടിയ ഭസ്മവും പഞ്ചാമൃതം ഉണ്ട്. ഒന്നും ഭയപ്പെടണ്ട, അടുക്കില്ല ധാത്രി. തിരുത്തും. എഴുതിയവനെ കൊണ്ട് തന്നെ ഈ കവിത ഞാൻ തിരുത്തിക്കും. സന്ധ്യയ്ക്ക് മുമ്പേ ഉളിയന്നൂർ തച്ചന്റെ തന്നെ താവഴിയിൽ ഒരുത്തൻ ചെമ്പറയിലെത്തും. അക്ഷരമറിയാവുന്നവനല്ലേ ഈ കോർട്ട് ഓർഡർ ഒന്ന് വായിച്ചു കൊടുക്ക്. എന്താ ഇത്? നിന്നെയൊക്കെ ഇവിടുന്ന് വലിച്ചിറക്കാനുള്ള കോർട്ട് ഓർഡറാ. ഊട്ടി പൊക്കണം. സ്വയം ഇറങ്ങണോ അതോ കഴുത്തിനൂത്തി ഇറക്കി വിടണോ? എടാ വാസു, യവന്മാരെടുത്ത് ചീന്തി ചിന്തയിടാ. എന്താടാ ഇത്? നേരെ വായിച്ചു നോക്ക്. വീഴറിയണ സ്വാമിമാരുടെ കയ്യും കാലും. ഒരൊറ്റ വിട്ടിന് ആവിയും അനക്കവും ഇല്ലാതെ തെക്കോട്ട് നോക്കി കിടക്കണേ. ഇന്ന് മുതൽ തുളസിയുടെ മുതലിൽ നിന്നൊരു പഴുക്കിനെ പോലെ നീ എടുക്കരുത്. എടുത്താൽ എല്ലാം നശിച്ചു, നശിപ്പിച്ചു. എന്നിട്ട് മോങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു ചുംബന്മാര്. അമയത്തെ കഴിക്കുന്ന കഴുതകൾക്കുണ്ടാവും ഇതിലും നല്ല ഉശിര്. എന്തിനാണ് ശംഭോ എനിക്കിങ്ങനെ 3 ആമക്കള്? അച്ഛാ, എന്താ? രാജീവൻ വിളിച്ചിരുന്നു. അപ്പൊ അവരും അറിഞ്ഞു മണിയങ്കോട്ടിന്റെ അടിത്തറ അളകിയിരിക്കുന്നെന്ന്. സ്വത്തില്ലാത്ത മണിയങ്കോട്ടൊന്നും അവന് പെണ്ണു വേണ്ടാത്രേ. എന്റെ സാവിത്രി, എപ്പോഴൊക്കെ നിന്റെ കണ്ണു നിറഞ്ഞു കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ ഗിരീശൻ മനസ്സ് കല്ലാക്കിയിട്ടുണ്ട്. കൊന്നവന്റെ ശവം മരിച്ചവന്റെ മുറ്റത്ത് ദഹിക്കണം. മണിയങ്കോട്ടെ പഴയ ആചാരങ്ങൾ തെറ്റിക്കണ്ട.
അതിന് കരളുറപ്പുള്ള ആരെങ്കിലും ഉണ്ടോടാ ഇവിടെ? അച്ഛൻ പുലർച്ചെ പുഴക്കരെ കാത്തു നിന്നോ? കണി കാണാം മാധവന്റെ ചേട്ടം. വാടാ ഗിരീശ. വാസു. ചെമ്പ്രയിൽ ഇത്തിരി ചോര വീണിട്ട് എത്ര കാലായി. ശുഭമസ്തു. കല്യാണകാരണിയായി സദസായി കല്യാഭിലാഷ സന്ദായിനിയായി സിദ്ധിയായി മൂലപ്രകൃതിയായി വർത്തിക്കും അമ്മേ തൊഴുന്നിതാ. സിസ്റ്റേഴ്സ്, ഈ അടുപ്പിൽ പാലുകാച്ചൻ തീരുമാനിച്ചോ? നന്നായി, ഞാൻ ഫയർ എഞ്ചിൻ വിളിച്ചിട്ട് വരാം. ആദികേശവ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഉയിര് കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം. നിത്യയായി സർവാവലംബയായി തുളസി, അന്നപതിയായ അഗ്നിയെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ ധ്യാനിച്ച് നെല്ലൂർ മനയിലെ അഗ്നിശാലയെ ഞാൻ വീണ്ടും ഉണർത്താൻ പോകുന്നു. അത് നിന്റെ കൈകൊണ്ട് തന്നെ വേണം. പേടിയുണ്ടോ? കുട്ടേട്ടാ വേണ്ട, ഈ അടുപ്പിൽ നില തീ പിടിച്ചിണ്ട് അച്ഛൻ. നിന്റെ അച്ഛനെ കൊന്ന സാവിത്രിയുടെ പട്ടടയ്ക്കാണ് നീ തീ കൊളുത്താൻ പോകുന്നത്. പറഞ്ഞതനുസരിക്ക്. ഏതു തച്ചനും വർജിക്കേണ്ട വായു കോണിലാണ് ഈ വീടിന്റെ അടുക്കള. അനന്ത, ആഞ്ഞു വീശുന്ന കിഴക്കൻ കാറ്റിന്റെ ഗതി തടയി. എവിടെ കാട്ടുതീ പോലെ ആളിപ്പടരുന്ന സാവിത്രിയുടെ പ്രതികാരാഗ്നി? എവിടെ ഹരിനാരായണനെ കൊന്ന ശവദാഹികളായ തീനാമ്പുകൾ? സ്വയരക്ഷയ്ക്കായി എന്തും ചെയ്യാൻ മടിക്കില്ല. അച്ഛനോ മക്കളോ, അതോ കീഴടങ്ങാൻ മടിക്കുന്ന ഈ ദുഷ്ടരാക്ഷസി? ആരായാലും ഈ പിത്തലാട്ടങ്ങൾ കണ്ട് ഭയപ്പെടുന്നവനല്ല മാധവൻ. അതെ, എല്ലാരും വരിക. അടുപ്പിൽ പാല് തളിച്ചു തൂവി. പൂർവികരുടെ കാലത്ത് നടക്കാതെ പോയ ഗൃഹപ്രവേശം ഇപ്പോഴാ നടന്നത്. ഇപ്പൊ ഇതൊരു വീടായി. അതെ, ഇതൊരു ലക്ഷണമൊത്ത മനുഷ്യാലയമാകാൻ പോകും. നിനക്ക് ഞാൻ തന്ന വാക്ക് പാലിക്കാൻ കുട്ടേട്ടൻ ഒരു അല്പദൂരം കൂടെ സഞ്ചരിച്ചാൽ മതി. പ്രാർത്ഥിക്കുന്നേ, സാവിത്രിയുടെ അന്ത്യം കാണാൻ കാത്തിരിക്കുന്ന നിന്റെ പൂർവികരുടെ ആശീർവാദത്തിന്. അയ്യോ, ആരാ? എനിക്കും അറിയില്ല. എന്താ പറ്റി? ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു ഓടിയതാ. വലിയ കുരുങ്ങി. 8 കാലയുടെ അല്ല, ഇതേതോ 10-28 കാലയുടെ ആണെന്ന് തോന്നുന്നു. നമസ്കാരം. എന്നെ മനസ്സിലാവുന്നില്ലേ? ഭാഗ്യം, യക്ഷിക്കും മനസ്സിലാകാതിരുന്ന മതിയായിരുന്നു. ഇനി ഈ വല മാറ്റണ്ട.